കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻചൊടികളിൽ. നിങ്ങൾക്ക് പാട്ട് പാടാനാണെങ്കിലേ റൂമിനകത്ത് ചെന്നിരുന്നിട്ട് അടച്ചിരുന്നിട്ട് പാട്ട് പാടിക്കോ. എന്റെ മണി, ഞാൻ അകത്തിരുന്ന് പാടിയല്ലേ, നിനക്ക് കേൾക്കാൻ പറ്റുമോ? നീ കേൾക്കൂ. എന്നെ കേൾപ്പിക്കാനാണ് ഈ വരട്ട ശബ്ദത്തിൽ പാട്ട് പാടുന്നത്? പിന്നെ നീ അല്ലേ പരാതി പറഞ്ഞത്, അതുകൊണ്ടല്ലേ. പരാതിയാ? എന്തു പരാതി? നീ നേരത്തെ അവിടെ ഇരുന്ന് പറഞ്ഞില്ലേ ഞാൻ ഒട്ടും റൊമാൻറ്റിക് അല്ല. അതിന് ഞാൻ റൊമാൻറ്റിക് ആവാൻ പോവുക. ബെസ്റ്റ്. റൊമാൻറ്റിക് നന്നായിരിക്കും. എന്ത് നന്നായിരിക്കും? നന്നായിരിക്കും. മണി, ഇന്ന് മുതൽ റൊമാൻറ്റിക് ആയ തമാശകളൊക്കെ പറയുന്ന ഒരു രവിയായിരിക്കും നിങ്ങളുടെ മുമ്പിൽ. നിങ്ങൾക്ക് വട്ടായ മക്കളെ? റിങ്കി പിങ്കി, നിങ്ങളുടെ അച്ഛന് വട്ടായി. നീ ഇതെന്തോന്ന് പറയുന്നു മണി? ഈ വട്ടില്ലാത്തവരെ വട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടുള്ളവരെ പിന്നെ നീ എന്തു പറയും? നിങ്ങൾ ഇത് എന്തോന്ന് പറയണ രവിയേട്ടാ? തമാശ കേട്ടത് ചിരി പറഞ്ഞല്ലേ? എനിക്ക് ഒത്തിരി തമാശ അറിയാടി. ഒരിക്കലേ പൂച്ചകളുടെ ഓട്ട മത്സരം നടത്തി. അപ്പൊ ഈ ഓട്ട മത്സരം നടന്നപ്പോ ഒരു പൂച്ച വളരെ സ്പീഡിൽ പോയി വിൻ ചെയ്ത്. അപ്പൊ മറ്റുള്ള പൂച്ചകളെല്ലാം കൂടെ ചെന്നിട്ട് ഈ ജയിച്ച പൂച്ച എടുത്ത് വെച്ച് നിങ്ങൾ എങ്ങനെ ഇത്ര വേഗത്തിൽ ഓടിച്ചെന്ന് വിജയിച്ചത്? അപ്പൊ ഈ വിജയിച്ച പൂച്ച പറയണേ ഞാൻ പൂച്ചയല്ല, സോമാലിയല്ല, പുലിയാണെന്ന്. കഷ്ടം തന്നെ, ഒരു മനുഷ്യനെ ഇത്രയും അതം പതിക്കുന്നത് കാണുന്നത് ഞാൻ ആദ്യം. മണി മണി വേറെ ഉണ്ട്, വേറെ വിറ്റുണ്ട് മണി, ഞാൻ പറഞ്ഞുതരാം മണി. അതെ അമ്മ, അച്ഛൻ വെറുതെ തമാശയൊക്കെ ചെയ്തായിരിക്കും. അല്ലെങ്കിൽ സ്വിച്ച് ഇട്ട പോലെ ഒരു മനുഷ്യന് പെട്ടെന്ന് മാറാൻ പറ്റുമോ? മാറാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ഫ്രണ്ടിൽ നിന്ന് തൂത്തോണ്ടിരിക്കുമ്പോ എന്റെ പുറകെ നടന്ന് പാട്ട് പാടലും വൃത്തിയുടെ തമാശ പറയലും ഞാൻ നിർത്തിയിട്ടെങ്കിൽ കയറി വന്നു. എന്നിട്ടേ അച്ഛവിടെ? എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അമ്മ, ലേഖ ആന്റിയോടുള്ള അസൂയ മുഴുവൻ അമ്മ അച്ഛൻ്റെ കൂടെ അല്ലേ തീർത്തത്. പിന്നെ അച്ഛൻ ഇങ്ങനെ കാണിച്ചില്ലെങ്കിലേ ഉള്ളൂ അതിശയം. മണി, ആരുടെ കല്യാണം? ഞാൻ വരണേ? കല്യാണം ആരുടെ? അല്ല, കല്യാണമൊന്നും ഇല്ലെങ്കിൽ അച്ഛൻ തന്നെ ഇങ്ങനെ ഒരുങ്ങിക്കെട്ടിയൊക്കെ വന്നിരിക്കുന്നത്. എന്തോന്ന്, എവിടെയെങ്കിലും പോണെങ്കിൽ മാത്രമേ ഇങ്ങനെ ഷർട്ട് മുണ്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലേ മണി? മണി പിന്നെ എന്തോന്ന്, ആരെങ്കിലും വാ പൊളിക്കുകയാണെങ്കിൽ അത് നോക്കിയിരിക്കാണ്. പോത്ത് പോലെ ആയി രണ്ടെണ്ണവും. ഇത് ഭാര്യയും ഭർത്താവും കൂടെ സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് കയറി നിൽക്കേണ്ടേ. ഓഹോ, ഇപ്പൊ അങ്ങനെയൊക്കെ ആയാ? നീ ഇറങ്ങി രണ്ടും പോ 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 പോ, നിങ്ങളുടെ മുറി പോയി പോ. ചെല്ല് ചെല്ല്, ഓടി പോ പോ. അവിടെ ഒന്നും നിക്കണ്ട, പൊയ്ക്കോ. മണി, നീ എവിടെ പോ? നീ ഇവിടെ നില്ലേ? അയ്യോ, നേരത്തെ പോലെ അളിഞ്ഞ കോമഡി പറയാനാണെങ്കിൽ ഞാൻ പോട്ടു. അല്ലെന്ന്, നീ ഇവിടെ നില്ലേ. മണി, നീ ഒന്ന് കണ്ണടക്കി. എന്തിന്? നീ അടക്കടി. അടച്ചു. നീ കൈനീട്ട്. കണ്ണു തുറക്ക മണിക്കുട്ടി. എന്തോന്നും കാണിച്ചിട്ട് പോയേ? അതല്ല ഞാനും ആലോചിച്ചത്. എന്തോന്നു കത്തൊക്കെ? എന്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലവ് ലെറ്റർ ആണെന്ന് തോന്നുന്നു കേട്ടാ. ഒട്ടി ചോദിച്ചോക്ക്, വായിച്ചോക്ക്. ബെസ്റ്റ്. എന്റെ പ്രിയപ്പെട്ട പനിനീർ പുഷ്പമേ, മണിക്കുട്ടി, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു പ്രണയ ലേഖനം എഴുതുന്നത്. ഞാൻ വായിക്കാം. വെണ്ണ തോൽക്കും മുടലോടെ നീ ചാരി വന്നപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആരോടെ ഇങ്ങോട്ട് ബാക്കി ഞാൻ വായിക്കാം. അന്ന് നിന്നെ പെണ്ണ് കാണാൻ ഞാൻ വന്നപ്പോൾ ചുവന്ന സാരിയും എടുത്ത് ചായയും ഉണ്ണിയപ്പവുമായി നീ വന്നത് എനിക്കെന്നും ഇന്നലെ ഇന്നതുപോലെ ഓർമ്മയുണ്ട്. കൂടുതൽ വിശദീകരിക്കണ്ട, മതി. അമ്മ ചുവന്ന സാരി കൊടുത്താണല്ലേ? ചുവന്ന സാരിയൊക്കെ തന്നെ കൊടുത്തു. മക്കൾ പോ, ചെല്ലു ചെല്ലു, രണ്ടും കൂടി. അല്ല, ബാക്കിയും കൂടി ഒന്നുമില്ല. പോ, ചെല്ലു. മതി 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 മതി, ഓടി. അച്ഛൻ ആദ്യമായിട്ട് ഞാൻ വായിച്ചോളാം. പോ.
പൊക്കോ, ഈ ഏരിയ കണ്ടുവരുന്നു. ഇല്ല 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 ഇല്ല. അന്ന് നീ എന്നെ ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ ലോകം കീഴ്പ്പെടുത്തിയ സന്തോഷമായിരുന്നു എനിക്ക്. മണി, ഇനി ഞാനൊരു സത്യം പറയട്ടെ. നിന്റെ സൗന്ദര്യം ഓരോ ദിവസം തോറും കൂടിക്കൂടി വരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട്, മണിയുടെ സ്വന്തം രവിയേട്ടൻ.